ഇനി നമുക്ക് വേറൊരു പ്രത്യേകം പറയാനുള്ളത്, ഇത് ആദ്യം ഓൺ ചെയ്ത ആള് ഒരു സെലിബ്രിറ്റിയാണ്, യുവരാജ് സിംഗ്. 170 bhp 400 Nm ടോർക്കും ആണ്. പക്ഷെ ഇത് സ്റ്റോക്ക് അല്ല. സോ ഈ വണ്ടി സ്റ്റേജ് 1 ട്യൂൺഡ് ആണ്. വണ്ടി ലോഞ്ചാണോ ഭയങ്കര കേറാണ് വണ്ടി. ഇത് ഡൽഹിയിൽ നിന്ന് ഓടിച്ചിട്ടാണ് വന്നത്. ദേ ടുക്ക് ഇറ്റ് ഫ്രം ഡൽഹി. യുവരാജ് സിംഗിന്റെ കയ്യിൽ നിന്ന് ഡീലർ അയാൾ അവിടുന്ന് ഓടിച്ചിട്ട് അത് വണ്ടി വന്ന്. അത് തന്നെ വണ്ടിയുടെ ഒരു റിലയബിലിറ്റി ആണ്. ദാറ്റ് ഹി റോഡ് ഇറ്റ് ഓൾ ദ വേ. സോ പ്രീ ലവ് കാർ ക്രോണിക്കൽസ് എപ്പിസോഡ് 7. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സി ക്ലാസ് ആണ്. ഇത് W205 ആണ്, 2015 മോഡൽ. നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ കിടക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഡ്രൈവർ വീലിൽ കിടക്കാം അല്ലെ. ഫസ്റ്റ് തന്നെ നമ്മളെ കേറുമ്പോൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ജേവൻ കാറിന്റെ ഹോൾഡ് ചെയ്ത് വെച്ചു, ഒന്ന് ടൈറ്റ് ചെയ്ത് കണ്ട. അതൊരു ഭയങ്കര ഫീൽ അല്ലേ. നമ്മള് കേറുമ്പോൾ ആ സീറ്റ് ബെൽറ്റ് വെറുതെ ക്ലിപ്പ് ചെയ്യുമ്പോഴേക്കും ഒന്ന് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യും. പോവാം. സോ ഇനീഷ്യലി നമ്മൾ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ വെച്ചാൽ ആ ഒരു ഫീൽ അല്ലേ, ലക്ഷറി കംഫർട്ട്. ഡീസലാണെന്നുള്ള ഫീൽ, ആ ഒരു ക്ലാറ്ററിങ്ങിന്റെ ഒരു ഇതൊന്നും ആ ഒരു ഇനീഷ്യൽ ആ ഒരു ഇതിലില്ല. നമുക്ക് ആ ഒരു റിഫൈൻനെസ് എല്ലാത്തിനും ഉണ്ട്, റിഫൈൻമെന്റ് ഉണ്ട്. ക്ലാറ്റർ ഉണ്ട് എന്താ വെച്ചാൽ 2 ലിറ്റർ ഡീസൽ അല്ലേ, ആ ക്ലാറ്റർ എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ ക്ലാറ്ററിന് ഒരു റിഫൈൻമെന്റ് വരുന്നുണ്ട്. നമ്മൾ ആ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഒരു റിഫൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് സി ക്ലാസ് ആണ്. നമ്മുടെ W205 പറയുന്ന 5th ജനറേഷൻ അല്ലേ, 5th ജനറേഷൻ ആണ്. ഇത് 2.1 ലിറ്റർ ആണ്. സോ ഇതിന്റെ സ്റ്റോക്ക് 170 bhp 400 Nm ടോർക്കും ആണ്. പക്ഷെ ഇത് സ്റ്റോക്ക് അല്ല, അതിലാണ് ഒരു വ്യത്യാസം. സോ ഈ വണ്ടി സ്റ്റേജ് 1 ട്യൂൺഡ് ആണ്. അപ്പോ സ്റ്റേജ് 1 ട്യൂൺ ചെയ്തപ്പോ ഈ വണ്ടിയിൽ കുറെ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നേരിട്ട് ഒരു ബൈറ്റ് വെക്കാം. ഈ വണ്ടി ഇപ്പോ സ്റ്റേജ് 1 ട്യൂൺ ചെയ്തപ്പോ 200 bhp ആയിട്ടുണ്ട്. അപ്പോ ലൈക്ക് ഈ വണ്ടിയുടെ ഓണർ തന്നെ പറഞ്ഞൊരു സംഭവമാണ്, സാധാ സ്റ്റോക്ക് അല്ല, ടോട്ടലി മാറി. നോർമൽ ഒരു സി ക്ലാസിന്റെ കംഫർട്ട് മോഡൽ ഓടുന്ന ഒരു റണ്ണിങ് ഇതായിരിക്കില്ല ഇതിന്റെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വെർഷൻ. 0 to 120 കംഫർട്ട് മോഡൽ. അത് കംഫർട്ട് മോഡൽ തന്നെ 9 സെക്കൻഡ്സിൽ എത്തും. ഇൻ സ്റ്റോക്ക് ഈ വണ്ടി 100 km/h ഇൻ 7.2 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ട്യൂണും കൂടി ആയതുകൊണ്ട് അണ്ടർ 7 സെക്കൻഡ്സ് എന്തായാലും അടിക്കും. അതാണ് നമ്മൾ ആ ട്യൂൺ ചെയ്തതിലുള്ള ഗുണം. പിന്നെ ട്യൂൺ ചെയ്താലും ആ വണ്ടിക്ക് അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു ശബ്ദങ്ങളോ ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പോ മിനിഞ്ഞാന്ന് ട്യൂൺ ചെയ്തേ ഉള്ളൂ. അപ്പോ ആ ഒരു വ്യത്യാസം ശരിക്കും നമുക്ക് ആ സ്റ്റോക്ക് ഓടിച്ച ആൾക്കാർക്കാണ് അറിയാം എന്താണ് ആ ഡിഫറൻസ് ആ സ്റ്റേറ്റ് ട്യൂണിൽ വന്നിരിക്കണം എന്നുള്ളത്. സോ കംഫർട്ട് രക്ഷയില്ല. ഈവൻ നമ്മളിന്ന് വന്നപ്പോ ഈ ഡ്രൈവിന് വേണ്ടി വന്നപ്പോഴാ ടൈമിലും ഓണർ പറഞ്ഞത് ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 10 years ഓൾഡ് ആയിട്ടുള്ള ഒരു കാറിന്റെ ഫീൽ ഇല്ല. അത് ശരിക്കും എവിഡന്റ് ആണത്. എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം, ആ ഒരു സോഫ്റ്റ് ടച്ച് ഫീൽസ് എല്ലാം അതെല്ലാവരും തുറന്ന ലാസ്റ്റിംഗ് ആണ്.
അതെ, നമ്മളിപ്പോ ജർമ്മൻ കാർസ് പറയും പ്ലാസ്റ്റിക് മെൽറ്റ് ആവുക, മറ്റേ എന്താ പറയാ വേഗം ആ ഒരു ഏജ്ഡ് ആവണ ഫീൽ ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഈ ബെൻസിൽ അത് കാണുന്നില്ല. അതാണല്ലേ ആ ബെൻസിന്റെ ഒരു ഗുണം. വിച്ച് മേക്സ് ഇറ്റ് എ ഡെയിലി റണ്ണർ കാർ. എന്താ വെച്ചാൽ സി ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് പ്ലാസ്റ്റിക് ക്വാളിറ്റി വന്ന ജനറേഷൻ ഇതാണ്, ജനറേഷൻ W205. അപ്പോ ഈ എഞ്ചിൻ ട്യൂൺഡ് ആണെന്നല്ലേ പറഞ്ഞ, നമുക്ക് സ്പോർട്ട് പ്ലസിൽ ഇട്ട് നോക്കാം, ലോഞ്ച് ചെയ്ത് കൊടുത്തോക്കാം. കേട്ടാ. അപ്പൊ തന്നെ വണ്ടിയുടെ ശബ്ദം മാറി, പെട്ടെന്ന് ഡൗൺ ആയി. വണ്ടി ലോഞ്ച് ആണോ കേട്ടാ. ടെർബോയൊന്നും സ്പൂളാവാൻ അത്ര ടൈം എടുക്കണ്ട, ഭയങ്കര കേറാണ് വണ്ടി. ഇല്ലീഗൽ സ്പീഡ്സ് ഒറ്റ അടിക്കാണ് വണ്ടി ആവുക. അതാണ് ആ ഒരു വ്യത്യാസം. പവർ രക്ഷയില്ല അല്ലെ ട്യൂണും കൂടി ചെയ്തപ്പോ. പക്ഷെ നമ്മള് ലോഞ്ച് ചെയ്യുമ്പോ വണ്ടി എന്താ ഒന്നും ആയില്ലേ, പിന്നെ അങ്ങോട്ട് വണ്ടി ഒരു ലോഞ്ചാണ്. സി ക്ലാസ് ഇറങ്ങിയപ്പോല്ലേ, ഇറങ്ങിയപ്പോ ഇതിന് പലതരം എഞ്ചിൻസ് ആയിട്ടാണ് വന്നത്. 250 ഡീസൽ, 200 ബേസിക് പെട്രോൾ ആണ്. അത് ലൈക്ക് അങ്ങനെ എന്തൂസിയാസ്റ്റ് എഞ്ചിൻ അല്ല. അത് പിന്നെ ട്യൂൺ ചെയ്തവർക്ക് എന്തൂസിയാസ്റ്റ്. പക്ഷെ ഒരു മാരക വണ്ടി ഉണ്ടായിരുന്നു, C63 AMG. അത് വളരെ ലിമിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. അത് അധികം പേര് വാങ്ങിച്ചവരുമില്ല. പക്ഷെ വാങ്ങിച്ചവര് അത് ബ്രൂട്ടൽ പവർ ഉള്ള വണ്ടിയാണ്. അത് റിയൽ എന്തൂസിയാസ്റ്റിന് അറിയാം ആ വണ്ടിയുടെ പവറും ഫീലും. എന്താ വെച്ചാൽ V8 എഞ്ചിനാണ്. V8 എഞ്ചിൻ ബൈ ടർബോ ആണ് നമ്മുടെ AMGയുടെ. അതാണ് ഈ സി ക്ലാസ്സിൽ നമുക്ക് ഒരു സ്ലീപ്പർ വണ്ടി എന്ന് പറയുന്ന സംഭവമാണ്. അത് അതിൽ ലോഞ്ച് കൺട്രോൾ വന്നിട്ടുണ്ട്. ലോഞ്ച് കൺട്രോൾ ഉണ്ട്. അപ്പോ ഈ വണ്ടി 215 200 ഡീസലും ആണല്ലോ, 220 ഡീസലും ആണല്ലോ. ഈ വണ്ടി ഇൻ സ്റ്റോക്ക് 220 ഡീസലിന്റെ സ്പെക്ക് ആണെങ്കിലും ഇതിപ്പോ ട്യൂൺ ചെയ്ത് 250യുടെ സ്പെക്കിലോട്ട് മാറിയിട്ടുണ്ട്. എന്താ വെച്ചാ ഇതിപ്പോ സ്റ്റോക്ക് 170 bhp 400 ടോർക്ക് അല്ലേ, ട്യൂൺ ചെയ്തപ്പോ 220 bhp ആയി. പിന്നെ 500 Nm ടോർക്ക്. അതിലാണ് വ്യത്യാസം. എന്താ വെച്ചാ മറ്റേ 250യുടെ സ്പെക്ക് അതാണ്, C250യുടെ. പിന്നെ ഈ ആക്സിലേറ്ററിന് മറ്റേ സംഭവം ഉണ്ട്, നമ്മൾ ഫുൾ ത്രോട്ടിൽ ചെയ്താലും ഒരു ബട്ടൺ ഉണ്ട് ക്ലിക്ക് ചെയ്യാൻ. അത് ഫുൾ ബീസ് പവർ കിട്ടാൻ വേണ്ടിട്ട്, അതിനാണ് ആ ഒരു ക്ലിക്കിംഗ് ബട്ടൺ. നമ്മൾ ടൈഗൂണിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ സസ്പെൻഷന്റെ ഒരു കംഫർട്ട് പറയാം. സോ ഇത് മെർസിഡീസിന്റെ ബേസിക് സസ്പെൻഷൻ ഉള്ള സംഭവമാണ്. കംഫർട്ട് ഓറിയന്റഡ് ആണ്. പക്ഷെ ഇതിലും നമുക്ക് വേണ്ടി പെർഫോമൻസിന്റെ ഒരു അത് കേറ്റാം. പക്ഷെ നമ്മുടെ നാട്ടില് ഈ സസ്പെൻഷൻ തന്നെ ബെറ്റർ. പക്ഷെ ഈ കേട്ടാ കുണ്ടും കുഴിയൊന്നും നമ്മളങ്ങനെ അറിയില്ല കേട്ടാ. ഈവൻ സെഡാനായിട്ട് പോലും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളൊന്ന് പ്രോപ്പർ എന്താ പറയാ ജഡ്ജ് തന്നെ ഓടിക്കണം. എന്താ വെച്ചാൽ അടി തട്ടിയ അതൊരു പ്രശ്നമാണ്. പിന്നെ സസ്പെൻഷൻ ഞാൻ 3 സീരീസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 3 സീരീസിനെക്കാളും ബെറ്റർ ആണ് ലൈക്ക് കംഫർട്ടിൽ. പക്ഷെ 3 സീരീസിന്റെ ആ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഹാൻഡ്ലിങ് വേറെ ലെവലാണ്. പക്ഷെ ഇതും ഇപ്പൊ നമ്മള് പെട്ടെന്ന് തിരിക്കുകയാണെങ്കിലും ഹാൻഡ്ലിങ് എടുത്തു പോകും. വണ്ടിയുടെ ശബ്ദം മാറുന്നുണ്ടല്ലേ. ഇവൻ നീ പെട്ടെന്ന് എടുത്തപ്പോഴായാലും ചെറിയൊരു ഷെയ്ക്ക് ഒന്നുണ്ടായിരുന്നു. അതാണ് അത് 3 സീരീസിന് ഒട്ടും ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ നമ്മൾ ആ സസ്പെൻഷൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ വേണമെങ്കിൽ അതും കുറയ്ക്കാം. പിന്നെ സസ്പെൻഷൻ സ്റ്റിഫായ വേറെ ഗുണമുണ്ട്, അത്ര അടിയിലേക്ക് പോവില്ല അടി തട്ടാനായിട്ട്. അപ്പൊ അത് പക്ഷെ നമ്മുടെ നാട്ടിൽ സ്റ്റിഫ് സസ്പെൻഷൻ പ്രശ്നം തന്നെയാണ്. അവിടെയാണ് നമുക്ക് വേറൊരു കാര്യം പറയേണ്ടി വരുന്നത്. ഇപ്പോ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ പൊതുവെ ബെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി യൂസും കൂടി കീപ്പപ്പ് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. മറിച്ച് 3 സീരീസ് അല്ലെങ്കിൽ ഇപ്പൊ BMW എന്ന് പറഞ്ഞ ഡ്രൈവർ ഓറിയന്റഡ് ആ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. 3 സീരീസിൽ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ ഭയങ്കര ഡിസ്കംഫർട്ട്, വളരെ ക്രാംഡ് ആണ്, സ്പേസ് കുറവാണ്, സീറ്റിംഗ് ആണെങ്കിലും ഭയങ്കര ഒരു ഇതാണ്. ഇത് പക്ഷെ ഡ്രൈവ് ചെയ്യാനും ബെറ്റർ ആണ്, പാസഞ്ചേഴ്സിനും നല്ല കംഫർട്ട് ഉണ്ട്. അതാണ് ഈ C ക്ലാസ്സിലോട്ട് കുറെ പേര് പോയത്. ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്കിപ്പോ എപ്പോഴും ഡേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. ആ വുഡൻ ഫിനിഷും നല്ല ലക്ഷറിയസ് ഫീൽ ഉണ്ട്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യണം. വൈറ്റ് സീറ്റ്സ് ആണ്, വൈറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ മെയിൻ്റെനൻസ് കുറച്ച് നോക്കണം. പിന്നെ നമ്മളിതിൽ പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് 7G ട്രോണിക് എന്നാണ് നമ്മുടെ ബെൻസ് വിളിക്കുന്നത്. 7 സ്പീഡ്. പക്ഷെ 7 സ്പീഡിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് ടൈം എടുക്കും, പിന്നെ വണ്ടി പടാന്ന് ഷിഫ്റ്റ് ചെയ്തോളൂ. കാര്യം എനിക്ക് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നോർമൽ ടോക്ക് കൺവെർട്ടർ ഗിയർ ബോക്സും DSGയും രണ്ടിന്റെ ക്യാരക്ടർ അല്ല, ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. അതെ, ഇത് എന്താ വെച്ചാൽ ആദ്യം നമ്മളെ സർപ്രൈസ് ചെയ്യാൻ ഇതെന്താ ഒന്നും പറ്റാത്ത, പിന്നെ നമുക്ക് ആ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. വണ്ടി ഇങ്ങനെ ഒരു ലോഞ്ചാണ്.
പക്ഷെ ഈ 2 ലിറ്റർ ഡീസലിന്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ മൈലേജ്. നമ്മളാ പെട്രോൾ എടുത്താലൊക്കെ എന്താ പറയാ ആ പ്രശ്നം ആ ഒരു എഫിഷ്യൻസിയാണ്. ഇത് ഇപ്പോ എന്താ പറയാ ഈ ചേട്ടൻ പറഞ്ഞ എന്താ വെച്ചാൽ ഹൈവേയില് 18 മൈലേജ് കിട്ടി ഒരു ഡീസലില്. ഈവൻ ബെൻസിന്റെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ എഞ്ചിനും ബ്രെഡ് ആൻഡ് ബട്ടർ മോഡലും ഇതാണ്. അതെ. പിന്നെ എന്തുകൊണ്ടും ഇ ക്ലാസും എസ് ക്ലാസും CLAക്കാളും ഏറ്റവും ബെറ്റർ C ക്ലാസ് ആണ്. എന്താ വെച്ചാൽ നീളം കൊണ്ടും ഓക്കെയാണ്. എന്നാ വെച്ചാൽ നീളം ഉണ്ട് നല്ലോണം, എന്നാലും നമുക്ക് കൊണ്ടു നടക്കാൻ ഇ ക്ലാസിനാളും ബെറ്റർ ആണ്. എഞ്ചിൻ കുറച്ചുകൂടി പെപ്പി ആയിട്ട് തോന്നും, ചെറിയ വണ്ടിയും കൂടി ആയതുകൊണ്ട്. ഈ ക്ലാസ് അഗൈൻ പിന്നെയും ലക്ഷറി, ഭയങ്കര ലക്ഷറിയസ് ആവും കൂടുതൽ. ഇതെന്താ വെച്ചാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനും ബെറ്റർ ആണ്. അതാണ് ഈ ക്ലാസ് എസ് ക്ലാസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ബോറടിക്കും, ഒരു കോമ്പാക്ട്നെസ് ഉണ്ട്. അതെ, ഓടിക്കുമ്പോ ആ നീളവും അത്. പക്ഷെ ലക്ഷറീസ് ഇങ്ങനെ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് പോണ വണ്ടികളാണ്. ഇത് അങ്ങനെയല്ല, ഇതെല്ലാം നമുക്ക് ചെയ്യാം. ലക്ഷറി ഉണ്ട്, പവർ ഉണ്ട്, കംഫർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് പറയാല്ലേ, കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, കോമ്പറ്റീറ്റേഴ്സ് ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് മാത്രമായിട്ട് ഇപ്പൊ സംസാരിക്കണം. 320D F30 ഉണ്ട്, പിന്നെ Audi A4 ഉണ്ട്, പിന്നെ വോൾവോന്റെ S60. അതേപോലെ അപ്പുറത്ത് ജാഗ്വാറിന്റെ XE. അപ്പൊ അതിന്നൊക്കെ എന്തിനാ ബെൻസിലേക്ക് വരണം? അതാണ് മിക്കവർക്കുള്ള ചോദ്യം ഉണ്ടാവും. എന്താ വെച്ചാൽ സെക്കൻഡ് മാർക്കറ്റിൽ കാണുമ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉള്ളപ്പോൾ ഇവർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും, ലൈക്ക് ഇതിൽ നിന്ന് എങ്ങോട്ട് പോകും. ഇതിൽ നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ട സംഭവം എന്താന്ന് വെച്ചാൽ, വണ്ടി എടുക്കണ എമൗണ്ടിൽ എപ്പോഴും ഒരു 4 lakh 5 lakhs എക്സ്ട്രാ കയ്യിൽ വെക്കണം. ബിക്കോസ് യു ആർ ബൈയിങ് എ ജർമൻ. അതെ, എനിവേസ് യു ആർ ഗോയിങ് ടു എ ലക്ഷറി. അപ്പൊ ആ ലക്ഷറിയിലോട്ട് പോകുമ്പോൾ എന്തായാലും ആ പൈസ കരുതണം. എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വാങ്ങുന്നത് സെക്കൻഡ് ഹാൻഡ് ഡിപ്രിസിയേഷന് ഉള്ള വണ്ടികളാണ്. ഇപ്പോ ഈ ചേട്ടൻ ഈ വണ്ടി എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഫുൾ കണ്ടീഷൻ നോക്കി. അത് മാത്രല്ല ഇത് പ്രോപ്പർ സർവീസ്ഡ് ആണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. നമ്മളിപ്പോ 3 Series പറയുകയാണെങ്കിൽ F30 ഉള്ളതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബെറ്റർ ആണ്. എന്താ വെച്ചാൽ F30ക്ക് അങ്ങനെ എന്താ പറയാ ഇലക്ട്രിക്കൽസ് കുറവാണ്, ഫീച്ചേഴ്സ് കുറവാണ്. ഇപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു F30യുടെ ജനറേഷൻ എടുക്കുകയാണെങ്കിൽ പിന്നെ 2019 G20 വന്നത്, അതുവരെയുള്ള ആ ഒരു ജനറേഷൻ കാർസും ഇത് ഇപ്പൊ ഈ ഒരു W205 വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്റീരിയർ വൈസ്, ഡ്രൈവ് വൈസ് ഓൾവേസ് BMW is better. നിങ്ങൾ ഡ്രൈവ് മാത്രം എന്തൂസിയാസ്റ്റ് ലൈക്ക് 2 പേര് എന്താ പറയാ കുട്ടികൾക്ക് ഇരിക്കാൻ ബാക്കിലും അങ്ങനെയാണെങ്കിൽ ഓൾവേസ് ദ ബെസ്റ്റ് ഓപ്ഷൻ F30 ആണ്. എന്ന് വെച്ചാൽ അതിൽ റെയർ വീൽ ഡ്രൈവ്, ഡ്രിഫ്റ്റ് ചെയ്യുക, പവറിൽ ഇങ്ങനെ വെട്ടിച്ച് പോവുക, അങ്ങനത്തെ ഈ അഡ്രിനാലിൻ റഷ് വേണ്ടവർക്കൊക്കെ അതിലോട്ട് പോകണം. അതിലും ടൂററായിട്ട് നമുക്ക് GT കിട്ടിയിട്ടുണ്ട്. അതെ, പക്ഷെ GTയുടെ പ്രശ്നം എന്താ വെച്ചാൽ ചിലവർക്ക് ലുക്സ് ഇഷ്ടപ്പെടില്ല. F30 ഭയങ്കര ലുക്കുള്ള ഒരു വണ്ടിയാണല്ലോ, നമ്മുടെ വിവേക് ജിയുടെ വണ്ടി. അപ്പോ പിന്നെ വരുന്നതാണ് C ക്ലാസ്. C ക്ലാസിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കിട്ടും. ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ ഫാമിലി ആയിട്ട് പോവാം, കംഫർട്ട് ഉണ്ട്, ലക്ഷറി. ഞാനൊരു ബെൻസ് ആളല്ല, പക്ഷെ എനിക്ക് ബെൻസിൽ ഇഷ്ടമുള്ള 2 വണ്ടികളാണ് ഈ C ക്ലാസും A ക്ലാസും. പക്ഷെ നമ്മൾ ഈ പ്രാക്ടിക്കാലിറ്റി എന്നുള്ളൊരു സംഭവം നോക്കുമ്പോൾ C ക്ലാസ്സിലോട്ട് തന്നെ വരണം. ഓൾ റൗണ്ടർ എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഇന്റീരിയറിൽ കയറുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്താലും ആ ഒരു ഫീലും ലക്ഷറിയും കിട്ടുന്നുണ്ട്, കംഫർട്ട് കിട്ടുന്നുണ്ട്, എന്താ പറയാ. പിന്നെ സെയിം ഡീസൽ മൈലേജ് ഉണ്ട്, പവറും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈവൻ ലുക്സ് ആയാലും നമ്മൾ മറ്റേ ഓടി പറയുന്ന പോലെ ഒട്ടും ഡേറ്റഡ് ആയിട്ട് തോന്നില്ല. അപ്പോഴാണ് നമ്മൾ ഓഡിയിലോട്ട് പോവുക. ഓഡിയുടെ പ്രശ്നം എന്താ വെച്ചാൽ ഔട്ട്സൈഡ് ലുക്സ് ഡേറ്റഡ് ആയി. അവര് ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെ ലാഗ് ആയിരുന്നു എല്ലാ ടൈമിലും. ഒരു 20s ശേഷമാണ് അവർ ആ ഒരു അപ്ഡേറ്റ്സ് പിന്നെ ഓഡിയുടെ സപ്പോർട്ടും കുറഞ്ഞല്ലോ. പക്ഷെ A4 നല്ല വണ്ടിയാണ്. എന്താ വെച്ചാൽ A4ന്റെ എന്താ പറയാ വേറൊരു സംഭവം എന്താ വെച്ചാൽ A4 ഒരു ബിസിനസ് ആൾക്കാർക്ക് യൂസ് ചെയ്യണ ഒരു സംഭവമാണ്. കുറെ കോർപ്പറേറ്റ് ആൾക്കാർ എടുത്ത വണ്ടികളാണ്. പക്ഷെ ഓഡിക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഫ്രണ്ട് വീൽ ഡ്രൈവ്, അതിലാണ് ആ വണ്ടിയിൽ പോയി. അത് പരിഹരിക്കാനാണ് C ക്ലാസ് BMW 3 Series. പിന്നെ നമ്മൾ ജാഗ്വാറും വോൾവോവും നമ്മൾ സംസാരിക്കുക എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ല, നമ്മളത് ഡ്രൈവ് ചെയ്തിട്ടില്ല, നമുക്ക് അല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്ന ഓണർഷിപ്പിന്റെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ പാർട്സ് അവൈലബിലിറ്റി, അതേപോലെ വണ്ടിക്ക് ഇഷ്യൂസ് ഒരുപാടുണ്ട്. വേറൊരു പ്രശ്നമുണ്ട്, നമുക്കിപ്പോ ബെൻസും BMW ഒക്കെ ഒരു ഔട്ട്സൈഡ് ആൾക്ക് പണി ചെയ്യാൻ സുഖമാണ്. പക്ഷെ ഒരു വോൾവോ പണി എടുക്കണമെങ്കിൽ ഒരു നോർമൽ ആൾക്ക് പറ്റില്ല. നോർമൽ ആള് പറഞ്ഞാൽ മറ്റേ ഈ
ലക്ഷറി കാസുകള് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മേജർ ഇഷ്യൂ വന്നു, ഇപ്പൊ ഒരു ഷോറൂമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല അടിപൊളി ഒരു ബില്ലടിച്ച് കൈ തരും. അതെ, ആ ഒരു പേടി ഓർത്തിട്ട് നമ്മളൊരു ഒരു ബെറ്റർ മെക്കാനിക്കിന്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വിചാരം ലൈക്ക് ഹി വിൽ ക്യൂർ ദ ഇഷ്യൂ. അപ്പൊ ആ ഒരു ഇഷ്യൂ പുള്ളിക്ക് ക്യൂർ ചെയ്യാനായാലും ഒരു അറിവ്, ഒരു ഇതുണ്ടല്ലോ, ഒരു നോളജ് അബൌട്ട്, അത് ഇത്തിരി കുറവായിരിക്കും. കാരണം ഈ കാസൊക്കെ വിറ്റുപോയ അത്ര എണ്ണത്തില് ഓരോരുത്തർക്കും പല രീതിയിലെ അനുഭവങ്ങൾ പറയാനുണ്ട്. ഈവൻ ഇന്നൊരു ഇഷ്യൂ എങ്ങനെ റെക്ടിഫൈ ചെയ്തു എന്നുള്ളൊരു ഇതുവരെ നമുക്ക് കിട്ടും, ഫോറംസിലൊക്കെ വരാറുണ്ട്. പക്ഷെ ജാഗോറും വോൾവോയും അത്രക്ക് അവൈലബിലിറ്റി, അത് പണിയാണെങ്കിൽ അത്രയും കൂടുതലും കമ്പനിക്കാർക്ക് അറിയുള്ളൂ. അത് പക്ഷെ അതിന്റെ ഒരു ഇഷ്യൂ അതാണ് നിങ്ങൾ ബെൻസും BMW എടുത്ത ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് പുറത്തും വില കുറവിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ പുറത്ത് കൊടുത്താലും വണ്ടിക്ക് റേറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങള് സർവീസ് മറ്റേ പ്രോപ്പർ ഓത്തറൈസ് സർവീസ് സെന്ററിൽ പോണേക്കാൾ എത്രയോ സേവിങ്സ് ആണ് നിങ്ങൾ നല്ലൊരു പുറത്തൊരു സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ. പിന്നെ നമ്മളെപ്പോഴും ജർമ്മൻ കാസ് എടുക്കുമ്പോൾ പറയാണ് പ്രോപ്പർ മെയിൻ്റെനൻസ് വേണം. അത് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് തന്നെ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ബെൻസ് ആണെങ്കിലും BMW ആണെങ്കിലും മാക്സിമം റിസർച്ച് ചെയ്യുക. ഇപ്പൊ വിവേക് ജി F30 ഓണർഷിപ്പ് കണ്ടവർക്ക് അറിയാം, പ്രോപ്പർ റിസർച്ച് പുള്ളിക്ക് അറിയണോണ്ടാണ് അത് കൊണ്ട് നടക്കണത്. എന്ന് വെച്ചാൽ BMW ബെൻസിൽ തന്നെ സർവീസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ പാർട്സ് എവിടുന്ന് സോഴ്സ് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ഇത് എന്തെങ്കിലും ഒരു ഗ്ലോബൽ മോഡലും കൂടി ആവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എവിടെ നിന്നാലും കിട്ടും. പിന്നെ നിങ്ങള് പൊളിച്ച് ഉപയോഗിക്കുക, അതാണ് പറയാനുള്ളത് അല്ലേ. ബാക്കി നമുക്ക് വേർഡിക്കിലേക്ക് കിടക്കാം. സോ നമ്മള് ബെൻസ് ആണല്ലോ, ബാക്ക് സീറ്റ് ആദ്യം നോക്കണം. നമ്മൾ ഇരുന്ന കോമ്പറ്റീറ്റേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് അല്ലേ, ഏറ്റവും കംഫർട്ടബിൾ ഇതാണ്. കംഫർട്ടബിൾ മറ്റേ ഈ ഒരു സെഗ്മെന്റിലെ സ്പേസിംഗ് വെച്ച് നോക്കുകയാണെങ്കിലും ബെറ്റർ ആണ്. ഹെഡ് റൂമിന്റെ കുറവുണ്ട്, ഒരു ഡിസൈൻ സ്ലോപ്പിംഗ് റൂഫ് ആണെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല. ഇതിന് പിന്നെയും ബെറ്റർ ആണ്. പക്ഷെ നമ്മള് സെക്കൻഡ് ഹാൻഡ് നോക്കുമ്പോ F30 അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി നല്ല സീറ്റ് നല്ല സോഫ്റ്റ് ആണ്. ലൈക്ക് അണ്ടർ തൈ സപ്പോർട്ട് ഒട്ടുമില്ല, നമ്മൾ നീസ് നല്ല അപ്പായിരിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യം 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ 3 പേർക്ക് ഇതിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഈ ലക്ഷറി വുഡൻ ടച്ചും സ്പീക്കേഴ്സ് ഒരു രക്ഷയില്ല, അടിപൊളി സ്പീക്കേഴ്സ്, സ്റ്റോക്ക് ആയിട്ട് നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഇന്റീരിയർ ലൈറ്റ്സ് ബെൻസിന്റെ മെയിൻ സംഭവമാണല്ലോ. പിന്നെ ബ്ലൈൻഡ്സ് ഉണ്ടല്ലേ, പ്രൈവസിക്ക് വേണ്ടിട്ട് ബ്ലൈൻഡ്സും കൊടുത്തു, 2 സൈഡിലും വന്നിട്ടുണ്ട്, ബ്ലൈൻഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൂഫ് സെറ്റപ്പ്, 2 സൺറൂഫ് ആയിട്ട് കൊടുത്തല്ലേ. ഈ ഒരു പീസ് മാത്രം ടിൽറ്റ് ആയിട്ട് ഓപ്പൺ ആവും, ഈ ഒരു പീസ് ഇത് ഇങ്ങോട്ട് ഓപ്പൺ ആവും. രസം അത് കാണാൻ. പിന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സാറ്റിസ്ഫൈങ് കപ്പ് ഹോൾഡേഴ്സ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചാർജിംഗ് ഓപ്ഷൻസും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. 150 വാട്ടിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC-യുടെ ക്ലൈമറ്റ് കൺട്രോളിംഗ് കൊടുത്തിട്ടില്ല. പക്ഷെ ഡുവൽ സോൺ ആണ് ക്ലൈമറ്റ് കൺട്രോൾ. പിന്നെ ഫുൾ ആ ഒരു വൈറ്റ് ബേജ് തീം ആയതുകൊണ്ട് കുറച്ചുകൂടെ മെയിൻ്റെനൻസ് സൈഡിൽ കുറച്ച് ടഫർ ആയിരിക്കും. ഈ W205 ഒരു പ്രത്യേകത പറയാൻ പറ്റുമോ, ബാക്കി ജനറേഷൻസ് എല്ലാം നന്നാക്കി വന്ന ഒരു ജനറേഷൻ ആയിരുന്നു ഇത്. നമ്മള് 3 സീരീസിൽ F30 വന്നില്ലേ, F30 വന്നപ്പോ മൊത്തം ബെറ്റർ ആയി. അതേപോലെയായിരുന്നു ബെൻസിന് ഈ C ക്ലാസ് വന്നത് W205. അതും അവരുടെ മോസ്റ്റ് സെല്ലിംഗ് ജനറേഷൻ ഇതായിരുന്നു. അതെ, ഇതിന്റെ പ്രോസും കോൺസും പറയാം അല്ലേ. പ്രോസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ലുക്ക് ഉണ്ട്, കംഫർട്ട് ഉണ്ട്, നല്ല എഞ്ചിനാണ്, ഈസ് ഓഫ് മെയിൻ്റെനൻസ് കുഴപ്പമില്ല പുറത്ത് കൊടുക്കുകയാണെങ്കിൽ. ബെൻസ് പോയാൽ കഴിഞ്ഞു. ബാക്കി ഇത് കോൺസിൽ വരുമ്പോൾ സെൻസേഴ്സ്, നമ്മളെപ്പോഴും പറയണ ABS സെൻസർ ജർമൻസിന്റെ ഒരു ടിപ്പിക്കൽ ഇഷ്യൂ ആണ്. അതെ, പിന്നെ ബാക്കി സെൻസേഴ്സ് ഇപ്പൊ ഇതിന് കുറെ സെൻസേഴ്സ് വരുന്നുണ്ട്. അല്ലാണ്ട് തന്നെ ഇത് 360 ക്യാമറ ഇല്ല, 360 സെൻസേഴ്സും ഇല്ല. പക്ഷെ ഇതിന്റെ റബ്ബർ ബീഡിങ്സ് ഹാർഡ് ആവണ, റബ്ബർ ബീഡിങ്സ് ഹാർഡ് ആവും. പിന്നെ ഇതിപ്പോ സ്റ്റേജ് ട്യൂൺഡ് ആണ്, ബ്രേക്സ് കുറവാണ്. സ്റ്റേജ് ട്യൂൺ ചെയ്തപ്പോ ബ്രേക്സ് നല്ല കുറവാണ്, അത് അപ്ഗ്രേഡ് ചെയ്യണം. സെറാമിക് പാഡ്സ് അല്ലെങ്കിൽ നമ്മള് ബ്രംബോന്റെ പാഡ്സ് ഇടുക, അങ്ങനെ ബെറ്റർ ആവും. പിന്നെ നമുക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കാനും അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. സ്പേസ് അവിടെയാണ് ഇതിന്റെ ഒരു വിൻ ഫാക്ടർ. 3 സീരീസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. അത് കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് ബെറ്റർ ആണ് ഇതിന്റെ അകത്തിരിക്കുന്ന സ്പേസ്. എന്നാ ബൂട്ട് സ്പേസിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതെ. ഇനി നമുക്ക് വേറൊരു പ്രത്യേകം പറയാനുള്ളത്, ഇത് ആദ്യം ഓൺ ചെയ്ത ആള് ഒരു സെലിബ്രിറ്റിയാണ്, യുവരാജ് സിംഗ്. ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണ്. ആ ഒരു 6 സിക്സസ് അടിച്ച ഒരു ഹിസ്റ്ററി മേക്ക് ചെയ്തത് ഇപ്പോഴും യുവരാജ് സിംഗ്. പുള്ളിയുടെ കരിയർ ആയാലും ബെസ്റ്റ് കരിയർ ഉള്ള ഒരു ക്രിക്കറ്റർ ആയിരുന്നു. പിന്നെ ആ പുള്ളിയുടെ ഒരു വണ്ടി എന്ന് പറയുമ്പോല്ലേ, ഉപയോഗിച്ച ഒരു വണ്ടിയാണ്. ഇവിടെ എത്തി നമുക്ക്. അതെ, യുവരാജ് സിംഗ് ഉപയോഗിച്ച ഒരു വണ്ടിയാണിത്.
അപ്പോ നമുക്ക് ഇപ്പത്തെ ഓണറിനെ പരിചയപ്പെട്ടാലോ? നമുക്ക് ഇതിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ മുന്നത്തെ ഒരു വ്ളോഗില് ഇതേ ഓണറിന്റെ ഒരു കാർ ചെയ്തിട്ടുണ്ട്. യെസ്, നമുക്ക് ഈ ഓണറിനെ പരിചയപ്പെടാം അല്ലേ? യെസ്. അപ്പോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് സിദ്ധാർത്ഥാണ്. എനിക്ക് ബിസിനസ്സാണ്. ഞാൻ ഇത് യുവരാജ് സിംഗിൻ്റെ കയ്യിൽ നിന്നാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതെ, ഡിസംബർ 29 ഞാൻ എടുത്തത്. ഇറ്റ് വാസ് മൈ ന്യൂ ഇയർ ഗിഫ്റ്റ് ടു മൈസെൽഫ്. സോ പിന്നെ നമ്മുടെ താർ റിവ്യൂ ചെയ്തതിന്റെ താറ് കൊടുത്തിട്ടാണല്ലേ? അതെ, നമ്മൾ താറ് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്താണ്. ബേസിക്കലി ബിക്കോസ് ഞാൻ താറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേ ഇവിടെ തിരക്കുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഓഫ് റോഡും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഐ വോണ്ടഡ് എ ഹൈവേ ക്രൂസർ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഐ തോട്ട് വൈ നോട്ട് എ സി ക്ലാസ്, ഒരു ഡെയിലി ആസ് എ ഡെയിലി റണ്ണർ. അപ്പോൾ താർ വാസ് മൈ ഡെയിലി റണ്ണർ ആക്ച്വലി. പിന്നെ അതിൽ നമ്മൾ കണ്ടല്ലോ, നമ്മളതിൽ ഓഫ് റോഡ് ഇതെല്ലാം ചെയ്തതായിരുന്നു. അതെ. അപ്പോൾ പിന്നെ യൂഷ്വലി എന്തായത്, ഇപ്പോൾ മറ്റേ തിരക്ക് മറ്റേ ബിസിനസ്സിന് ഇതിൻ്റെ പരിപാടികൾ തുടങ്ങിയപ്പോൾ ഓഫ് റോഡ് ചെയ്യാനോ അല്ലെങ്കിൽ വീക്കെൻഡ്സോ കിട്ടാതായി തുടങ്ങി. ആക്ച്വലി അപ്പോ താന്റെ വീഡിയോ കണ്ടതിൽ 1-2 പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അലോയ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. അലോയ് ഓഫ് കോഴ്സ് എൻ്റെ എല്ലാ വണ്ടിയുടെയും അലോയ്സ് ആൻഡ് ടയേഴ്സ് ഞാൻ എടുക്കുന്നത് ടയർ ഗുരു എന്നാണ്. കിരണേട്ടൻ ടയറക്സ് മൂപ്പരാണ് മറ്റേ വീലും ടയറും ഏതാണെന്നുള്ളത് പറഞ്ഞു തരാറില്ല എപ്പോഴും. ഇപ്പൊ ഇതിന്റെ ആണെച്ചാലും അതെ, ഐ ടുക്ക് ഇറ്റ് ഫ്രം ഹിം ഓൺലി. സോ എന്തുകൊണ്ട് ഈ ലക്ഷറിയസ് സെഡാൻ എടുത്തു? അതാണ് ആദ്യത്തെ ചോദ്യം അല്ലേ? ആസ് സെഡ്, ഈ പറഞ്ഞ മാതിരി ഞാൻ ബേസിക്കലി വണ്ടി ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ യൂസും പ്ലസ് എൻ്റെ ഇഷ്ടവും കൂടി നോക്കിയിട്ട് ചൂസ് ചെയ്യുന്ന ഒരാളാണ്. ഐ വോണ്ടഡ് എ ഡെയിലി റണ്ണർ. എൻ്റെ അടുത്ത് പിന്നെ ഉള്ളത് ഒരു മിനി കൂപ്പറും പിന്നെ ഒരു ക്രിസ്റ്റയാണ്. ക്രിസ്റ്റ ഫാമിലി യൂസ് ചെയ്യുന്നതാണ്. അത് 2.8 ആണ്. 2.8 ആണ്. പിന്നെ മിനി കൂപ്പർ വൈഫ് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് മിനി ആസ് എ ഡെയിലി റണ്ണർ ഞാൻ പ്രിഫർ ചെയ്യാത്തൊരു വണ്ടിയാണ്. അടിത്തട്ടലും കാര്യങ്ങളൊക്കെ ഓൺ കേരള റൂട്ട്സ് വളരെ കുറവാണ്. ലൈക്ക് ടോക്കിംഗ് അലോൺ. അപ്പോൾ ഇതിൻ്റെ വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ മിനിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഐ ഫീൽ വെരി കംഫർട്ടബിൾ വിത്ത് ദിസ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം എല്ലാവരുടെയും കൊണ്ട് നടക്കാൻ ഒരു ഈവൻ ഇപ്പം ഞാൻ മൂന്നാർ പോകാറുണ്ട് ഇതുകൊണ്ട്. ഇറ്റ്സ് ഫൈൻ, നല്ലൊരു ഡ്രൈവ് എടുക്കാൻ. നമ്മൾ മിനി നോക്ക് കുറച്ച് കോഷ്യസ് ആവണം. അതെ, കുറച്ച് കോഷ്യസ്. മൂന്നാർ പോകാറുണ്ട്. മൂന്നാർ റോഡ്സ് ആർ ഗുഡ് റോഡ്സ്. നമ്മൾ ഉള്ളിലേക്ക് കട്ട് റോഡ്സും സ്റ്റെയിൽസിലേക്കൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ അടി തട്ടാളതും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കോൺക്രീറ്റഡ് റോഡ്സും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ മറ്റേ സ്പേസ് ഉണ്ടാവില്ല. ഫാമിലി യൂസും കൂടെ ഒരു പിക്ചറിലേക്ക് വരുമ്പോൾ എക്സാക്ട്ലി. കാരണം നമ്മുടെ അടുത്തുള്ളത് ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ഒന്ന് സി ക്ലാസും പിന്നെ ഒന്ന് മിനിയാ. മറ്റേത് താറുണ്ടായിരുന്നപ്പോൾ അതും 2 ഡോറാ, മിനി 2 ഡോറാ. സോ വെൻ അവർ പാരന്റ്സ് കം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂ. പിന്നെ അല്ലെങ്കിൽ അവരുടെ വണ്ടിയായിട്ട് വരുമ്പോൾ ഇറ്റ്സ് ഫൈൻ. അല്ലാത്തപ്പോൾ നമുക്ക് പുറത്തു പോകണമെങ്കിൽ വി ആർ സപ്പോസ് ടു കോൾ ഊബർ. അപ്പോൾ അതൊരു കാര്യമുണ്ട്. പിന്നെ മെയിനായിട്ട് അതാ സെദാൻ. ഞാൻ ഇതുവരെ സത്യം പറഞ്ഞ ദിസ് ഇസ് മൈ ഫസ്റ്റ് സെദാൻ. അതിന്റെ മുന്നുണ്ടായിരുന്നതൊക്കെ ഹാച്ച് ബാക്ക് ക്രോസ് ഓവർ SUVs ആയിരുന്നു. ഇതെന്റെ ഫസ്റ്റ് സെദാനാ. സോ അപ്പോ രണ്ടാമത്തെ ചോദ്യം അതാവാ, എന്താണ് വ്യത്യാസം തോന്നണം ആ സെഡാനിലേക്ക് വന്നപ്പോ? പെർഫോമൻസ്, നോ ഡൗട്ട് പെർഫോമൻസ്. അതിന് വേണ്ടിയിട്ടാണ് സെദാൻ എടുത്തത്. അത് തന്നെയാണ് അതിന്റെ വ്യത്യാസം. പെർഫോമൻസ് തന്നെയാണ് അതിന്റെ വ്യത്യാസം, നോ ഡൗട്ട് ഓൺ ദാറ്റ്. ആൻഡ് നമ്മൾ ഡ്രൈവ് ഫീൽ അല്ലേ? ഡ്രൈവ് ഫീൽ പെർഫോമൻസ് തന്നെയാണ്. എക്സാക്ട്ലി. നമുക്ക് ഫാമിലി യൂസും പ്രാക്ടിക്കാലിറ്റിയും എല്ലാം നോക്കിയിട്ട് സെഡാൻ. ഞാൻ പറഞ്ഞ മാതിരി താറായിരുന്നപ്പോ ഓഫ് റോഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓഫ് റോഡും കാര്യങ്ങളും പോകാൻ പറ്റാത്ത ഒരു സമയം വരാൻ തുടങ്ങി. നമ്മൾ ബിസിനസ്സും കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇറങ്ങി എക്സ്പാൻഡ് ചെയ്ത് ഓടുമ്പോൾ സാറ്റർഡേ സൺഡേസ് ഇല്ല, ഫുൾ ടൈം യുവർ ഓൺ ബിസിനസ്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഇതുള്ളത് നമ്മളിപ്പോൾ ഒരു പ്രായം അതാവുണ്ട്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ താറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു സ്റ്റാർട്ട് ദ താർ ഡെയിലി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റേ ഇത് കാണിക്കും 4x4 നോട്ട് എൻഗേജ് ഫോർ പാസ്റ്റ് 2000 കിലോമീറ്റേഴ്സ്. അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വിഷമമുള്ള ആളാണ്. ആ വണ്ടിയോട് ഒരു നീതി പുലർത്തണ്ടേ നമ്മൾ. അതുകൊണ്ടാണ് പിന്നെ ഐ തോട്ട് ഓക്കെ ദെൻ ഐ വിൽ സെൽ ഓഫ് താർ ആസ് ഓഫ് നൗ. എനിക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ 80,000 കിലോമീറ്റേഴ്സ് ഓടി നമ്മൾ ഇൻ 1.5 years ഓൾമോസ്റ്റ്. അപ്പോൾ അത് കൊടുത്ത് നമ്മളിത് എടുത്തതാണ്. ഇത് എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു? എത്ര കിലോമീറ്റർ ഓടി ഉണ്ടായിരുന്നു? ഇത് ഞാൻ എടുക്കുമ്പോൾ വണ്ടി 60,000 ഓടി ഉണ്ടായിരുന്നത്. ഇത് വണ്ടി ഇതിന്റെ ഫസ്റ്റ് റിലയബിലിറ്റി ഓൺ ദ കാർ ഫ്രം മൈ സൈഡ് വാസ്, ഇത് ഡൽഹിയിൽ നിന്ന് ഓടിച്ചിട്ടാണ് വന്നത്. ദേ ടുക്ക് ഇറ്റ് ഫ്രം ഡൽഹി. യുവരാജ് സിംഗിന്റെ കയ്യിൽ നിന്ന് ഡീലർ, ഇവിടുത്തെ എൻ്റെ ഡീലർ ഡൽഹിയിൽ നിന്ന് എടുത്തത്. അയാൾ അവിടുന്ന് ഓടിച്ചിട്ട് അത് വണ്ടി വന്ന്. അത് തന്നെ വണ്ടിയുടെ ഒരു റിലയബിലിറ്റിയാണ്. ദാറ്റ് ഹി റോഡ് ഇറ്റ് ഓൾ ദ വേ ആൻഡ് കെയിം ഹിയർ. എന്നിട്ട് പിന്നെ എനിക്ക് വണ്ടി തന്നു. ഞാൻ നോക്കി, ഇവിടെ വന്നിട്ടാണ് ഞാൻ വണ്ടി കണ്ടേ. എടുത്തതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ അറിഞ്ഞത് യുവരാജ് സിംഗിൻ്റെ വണ്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ എനിക്ക് വണ്ടി കിട്ടി. ഞാൻ മറ്റേ കോസ്റ്റൽ സ്റ്റാർ പോയിട്ട് ഒരു ജനറൽ ചെക്കപ്പ് നടത്തി ഫോർ ദ റിലയബിലിറ്റി കോസ്റ്റ്. അപ്പോൾ ഒരു ജനറൽ ഈ അതർ സ്റ്റേറ്റ് കാർസ് എടുക്കുമ്പോൾ
പൊതുവെ എല്ലാവരും പറയണതാണ്. ഇതിലേക്ക് ഇത് എടുക്കാത്തവർ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിട്ട് ഇതിലേക്ക് ഇറങ്ങാത്തവർ ബാക്കിയുള്ളവർ ഇത് പറഞ്ഞിട്ടാണ് പേടിപ്പെടുത്തുക. എന്താവും അവസ്ഥ അറിയില്ല. സോ എൻ്റെ ഒരു പേഴ്സണൽ വേ ആയിരുന്നു അത്, എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. സോ വെൻ യു ആർ സീരിയസ്ലി ലുക്കിംഗ് ആൻ അതർ സ്റ്റേറ്റ് കാർ, ഓൾ യു ഗോട്ട് ടു ഡൂ ഇസ് അതെടുത്തിട്ട് അതിൻ്റെ ഒറിജിനൽ ഡീലർഷിപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു ജനറൽ ചെക്കപ്പ്. നമുക്ക് പോയാൽ ഒരു കുറച്ച് ഒരു ഇപ്പം ഇതിൻ്റെ ജനറൽ ചെക്കപ്പിനൊക്കെ ആയത് 8,000 റുപ്പീസാണ്. 18 lakhs പോണേക്കാട്ടിൽ എത്ര ഭേദമല്ല 8,000 റുപ്പീസ് പോവാ. സോ ഇഫ് ഇറ്റ് ഇസ് ഫൈൻ, അത് നമുക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് ഒറിജിനൽ ഹിസ്റ്ററി ഓഫ് ദ വെഹിക്കിൾ വരും, മറ്റേ എല്ലാവിധ കാര്യങ്ങളും വരും ആ ജനറൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ. മൊത്തം പറഞ്ഞ് വണ്ടിയുടെ ഹിസ്റ്ററി ശരിക്കും നമുക്ക് എന്താ ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടിട്ട് വേണ്ട, യു ക്യാൻ റിലേ ഓൺ ദ സോഴ്സസ്. അത് വെച്ച് നോക്കിയിട്ട് യു ക്യാൻ ഗോ. അങ്ങനെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് എത്രയായി? ഞാൻ എടുത്ത പ്രൈസാണ്, ഞാൻ 20 lakhs 2015 60,000 കിലോമീറ്റർ. അത് സി ക്ലാസിന്റെ അവന്റെ കാർഡാണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഇത് സർവീസ് റെക്കോർഡ് എല്ലാം പക്കയായിരുന്നു. സർവീസ് റെക്കോർഡ് 60,000 6 സർവീസ് കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, എവറി 10 വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിലുള്ള മൈനർ കാര്യങ്ങളെല്ലാം, ഈവൻ ഇപ്പോൾ മറ്റേ സീറ്റിന്റെ ഡ്രൈവർ സീറ്റിന്റെ ബാക്കിലുള്ള മറ്റേ ഹോൾഡർ ഉണ്ട്, ആ ഹോൾഡർ മാറ്റിയത് വരെ അതിൽ കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. എല്ലാം മെയിൻ്റനൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ഇത് വാങ്ങിച്ച വിശേഷങ്ങളിലേക്ക് നമ്മളിപ്പോൾ കംപ്ലീറ്റഡ് ആയി. അതെ, ഇനി അറിയാനുള്ളത് ഇതിൽ ചെയ്ത വർക്ക്സിനെ പറ്റിയാണ്. ഇപ്പൊ നമ്മളിപ്പോ എക്സ്റ്റേണലി കണ്ടപ്പോഴായാലും കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയായിരുന്നു? ഇതിൽ ചെയ്ത വർക്ക്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഗ്രില്ല് മാറി, ഡയമണ്ട് ഫിനിഷ് ഗ്രില്ലാക്കി. നമുക്ക് ആ ഫോട്ടോ ഇടാം. നല്ല ചേഞ്ച് ആണ്. നല്ല ചേഞ്ച് ആണ്. ആ 2 സ്പോക്ക് ഗ്രില്ലിൽ നിന്ന് ഡയമണ്ടിലേക്ക് വന്നപ്പോഴുള്ള ചേഞ്ച് ഉണ്ട്. പിന്നെ ഫസ്റ്റ് വന്നതും വീലും ടയറും ഞാൻ മാറി. വീൽ എന്താ വെച്ചാൽ കുറച്ചു കാലം ഓടാതെ കടന്നിട്ട് ഹാർഡായി ഉണ്ടായിരുന്നു റബ്ബർ. സോ ഈ ചരലിൽ പോകുമ്പോൾ നമ്മൾ സെദാനാകുമ്പോൾ അത്രയും മറ്റേ ഇത് വേണം, നമുക്ക് ട്രാക്ഷൻ വേണം. ട്രാക്ഷൻ ഇല്ലാതെ കിട്ടും ടയർ ഹാർഡ്, റബ്ബർ ഹാർഡായ. ആ റബ്ബർ ഹാർഡായിട്ട് ചെറിയൊരു ചരൽ വന്നാൽ തന്നെ, അതായത് ഒരു ചെറിയ കയറ്റമുള്ള ചരൽ വന്നാൽ കടന്ന് ഗ്ലൈഡായി പോകും. ഗ്ലൈഡായി പോകും. അപ്പോൾ സ്പിൻ ചെയ്യും ടയർ കിടന്നിട്ട് കയറാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തത് ടയർ മാറി, അലോയ് മാറി. അലോയ് ഓഫ് ചോയ്സ് എടുത്തു, ടയർ എടുത്തു. അതാണ് ആദ്യം ചെയ്തത്. പിന്നെ ഗ്രില്ല് മാറി, പിന്നെ ഒരു സ്പോയിലർ വെച്ചു ബാക്കിൽ ഫോർ ദ ലുക്സ്. അതെ, പിന്നെ ഒരു സെറാമിക്കിന്റെ ഒരു കോട്ടിങ് ചെയ്തു. ഇത്രയാണ് കോസ്മെറ്റിക്കലി ഡിബാറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് കോസ്മെറ്റിക്കലി ചെയ്ത്. പിന്നെ ഇന്റീരിയറിൽ മറ്റേ അപ്പോൾസ്ട്രി മറ്റേ, കാരണം ഇറ്റ്സ് എ 10-year-old കാർ. അപ്പോൾ അത് ഈ ലൈക്ക് യൂഷ്വലി ലെതർ സീറ്റ്സ് യൂസ് ചെയ്യണവർക്ക് അറിയാം. കയറി ഇറങ്ങി ആ ഡ്രൈവർ സൈഡിൽ ഒരു ചെറിയ ഡാൺ ഉണ്ടായിരുന്നു. ആ ഡാൺ നമുക്ക് അത് ചെയ്യുന്നത് കുറെ പേർക്ക് അത് ചെയ്യാൻ വേണ്ടി വരും. അത് ചെയ്യണ ഒരു സ്ഥലം കൊച്ചിയിൽ കളർ പ്രോ എന്ന് പറയും. ക്രൗൺ പ്ലാസയുടെ തൊട്ടടുത്താണ്. അവിടെ വൺ മിസ്റ്റർ ജോജോ, എക്സലന്റ് വർക്കാണ്. യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ് വാസ് റീപ്ലേസ്ഡ്, ഇറ്റ് ഫീൽസ് ജെന്യുവൻലി ഗോയിങ് വിത്ത് ദ ഇന്റീരിയർ. അതായത് ഓൾറെഡി ഉള്ള ആ സീറ്റിന്റെ ഇതിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. പക്കയാക്കിട്ട് എനിക്ക് ചെയ്തു തന്നു. സീറ്റ് ലുക്സ് ലൈക്ക് ബാക്കി സീറ്റിന്റെ ബാക്കിയുള്ള ഇന്റീരിയർ കണ്ടീഷൻ എന്താണോ അതേ കണ്ടീഷനിലേക്ക് ഇതിലാക്കി തന്നു എന്നുള്ളതാണ്. അത് ന്യൂ ഇൻ ദ സെൻസ് ആ ഒരു ചെറിയ ഏജിങ് ഉണ്ടാവുമല്ലോ ബാക്കിയുള്ള സീറ്റ്സിന് ഇതൊക്കെ അവിടെ, ആ ഏജിങ്ങിലേക്ക് അവർ അതിനെ കൊണ്ടുവരും. അത്ര പ്രൊഫഷണൽ ആഫ്റ്റർ മാർക്കറ്റ് ഫീലേ കിട്ടില്ല. ആഫ്റ്റർ മാർക്കറ്റ് ഫീൽ കിട്ടില്ല, ജെന്യുവിൻ സ്റ്റോക്ക് ഫീൽ കിട്ടും. അത് നന്നായി ചെയ്യേണ്ടത് വൺ മിസ്റ്റർ ജോജോ ആണ് എൻ്റെ ഓണർ. സോ അങ്ങനത്തെ ആൾക്കാരുണ്ടാവുന്നിടത്തോളം നമുക്ക് ഇങ്ങനത്തെ കാറുകൾ യൂസ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഇഷ്യൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്റെ മെയിൻ്റനൻസ് എല്ലാം ഞാൻ കൊടുക്കണം അഡ്ഡ ഗറാജിലാണ്. ബാലു, അഖിൽ, കെവിൻ. ആൾക്കാർ കാണും അത് എനദർ എന്തൂസിയാസ്റ്റ് ആണ്. അവരുടെ ടാഗ് ലൈനെ അങ്ങനെയാ, ബിൽഡ് ബൈ എന്തൂസിയാസ്റ്റ് ഫോർ എന്തൂസിയാസ്റ്റ്. സോ അപ്പൊ നമുക്ക് എന്തൂസിയാസ്റ്റ് ആയ ആൾക്കാർക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. അതെ. അപ്പൊ ഒരു മെയിൻ ക്വസ്റ്റ്യൻ, സെഡാൻ തന്നെ നോക്കി, പക്ഷെ വേറെ ബ്രാൻഡ് നോക്കാണ്ട് എന്തുകൊണ്ട് ബെൻസിലോട്ട് തന്നെ വന്നു? വെയർ ആൻഡ് ടയർ കമ്പയർഡ് ടു അതർ ബ്രാഞ്ച്, ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ വെയർ ആൻഡ് ടയറും മെർക്കിൻ്റെ വെയർ ആൻഡ് ടയറും നോക്കുമ്പോൾ മെർക്ക് എൻജിനീയറിംഗ് ഇസ് വേറെ ലെവൽ. കാരണം വെൻ യു ഗോ ഫോർ ഓഡി ഒരു BM, അതിൻ്റെയൊക്കെ വെയർ ആൻഡ് ടയറും 10 years ഓടിയ വണ്ടിയുടെ വെയർ ആൻഡ് ടയറും ഇപ്പോൾ 3 Series അല്ലെങ്കിൽ 3 Series, എനിക്കിത് എടുത്ത സമയത്ത് 3 Series GT പോകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും 3 Series GT ആയിരുന്നു ഞാൻ എടുക്കേണ്ടിയിരുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ എനിക്ക് മൈൻഡിൽ വരാറുണ്ട്. ബിക്കോസ് ബീയിങ് എ എന്തൂസിയാസ്റ്റ്, BMW നമ്മൾ അങ്ങനെയല്ലേ അത് എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ളത്, ഓടിക്കുമ്പോഴുള്ള വ്യത്യാസവും. പിന്നെ ഐ ഡ്രോവ് 3 Series ആൻഡ് GT. ഉള്ളിൽ കയറുമ്പോഴുള്ള വ്യത്യാസം മുതൽ അതിൽ ഓഫ് കോഴ്സ് ഹാൻഡിലിംഗ് കുറച്ചും കൂടി സ്പോർട്ടിയാണ് 3 Series അല്ലാന്നല്ല. ബട്ട് പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഇപ്പൊ മറ്റേ എല്ലാവരും പറയും BMR കൂടുതലെന്ന്. അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണ്, ഈ അടുത്ത് ദർ വാസ് എ കോമ്പറ്റീഷൻ ഓൺ V8 പെർഫോമൻസ്.
ദിസ് E63S V8 ബെൻസിന്റെ, BM-ന്റെ M5, ഓഡിയുടെ RS6, ഇതൊക്കെ V8ന്റെ പെർഫോമൻസ് ഇതായിരുന്നു അതിൽ. പിന്നെ പോർഷ് പനമേറ V8, അതിൽ ഫസ്റ്റ് ക്ലിയർ ചെയ്ത് പോർഷ് പനമേറയാണ്. സെക്കൻഡ് വന്നത് E63S ആണ്. ബിക്കോസ് ആഫ്റ്റർ ടേക്കിംഗ് മെർക്ക് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാസ് കം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു മോഹൻലാൽ ഫാൻ എങ്ങനെ മമ്മൂട്ടി ഫാനായി പറഞ്ഞ മാതിരി ആഫ്റ്റർ ടേക്കിംഗ് എ മെർക്ക് ഞങ്ങള് ബെൻസിന് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് സംസാരിക്കാൻ ആഫ്റ്റർ ടേക്കിംഗ് വർക്ക് പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴും വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക് അല്ല. അപ്പം അതിന്റെ ഉത്തമ ഉദാഹരണം എനിക്കിത് കിട്ടിയത് E63S. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അണ്ടർ റേറ്റഡ് സ്പോർട്സ് കാറാണ് ഫ്രം ഡെയിലി യൂസ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർ റേറ്റഡ് സ്പോർട്സ് കാറാണ് ഫ്രം മെർക്ക് E63S ബാക്കിയുള്ള അതിന്റെ മോഡൽസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഔട്ടർ ലുക്കിൽ വന്ന ചേഞ്ചസിനെ പറ്റി സംസാരിച്ചു. ഇപ്പോൾ ടയർ അലോയ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഇനി ഇന്നർ, അതായത് ഇതിന്റെ എഞ്ചിനിൽ എന്താണ് മാറ്റങ്ങൾ വന്നതെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. എഞ്ചിന് ബേസിക്കലി മാറ്റം വന്നത് പറഞ്ഞാൽ ദിസ് ഇസ് C220 CDI 2015 വണ്ടി. ഇറ്റ് കംസ് വിത്ത് സ്റ്റോക്ക് ഓഫ് 170 bhp വിത്ത് 400 Nm ടോർക്കാണ്. നല്ല ടോർക്കിലാണ് വരുന്നത് വണ്ടി ഓൾറെഡി. അവിടുന്ന് നമ്മൾ ചെയ്തത് ഇപ്പോൾ എടുത്തിട്ട് ഒരു 3 months യൂസ് ചെയ്തതിന് ശേഷം ഐ ഡിഡ് ഹാർമോണിക്സിൻ്റെ സ്റ്റേജ് 1 ട്യൂണിങ്. അപ്പോൾ അഡ് ഗറാജിൽ ഞാൻ ചെയ്ത്, അവരാണ് ഇപ്പോൾ ഹാർമോണിക്സിൻ്റെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അറിയണമെന്നുണ്ടാവും എന്തൊക്കെ മാറി സ്റ്റേജ് 1-ൽ. സ്റ്റേജ് 1-ൽ ഞാൻ സ്റ്റേജ് 1+ പോലും അല്ല ചെയ്ത്. 1+ എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ മറ്റേ ഡൗൺ പൈപ്പും കൂടി മാറുമ്പോഴാണ്, എക്സോസ്റ്റും കൂടി മാറുമ്പോഴാണ് സ്റ്റേജ് 1+ വരുന്നത്. ഞാൻ എക്സോസ്റ്റിലേക്ക് പോയിട്ടില്ല, ബിക്കോസ് ഇറ്റ്സ് എ ഡെയിലി റണ്ണർ ഫ്രം മൈ സൈഡ്. അപ്പോൾ ഞാനിതിൽ എയർ ഫിൽറ്റർ മാറി, സ്റ്റേജ് 1 ട്യൂൺ ചെയ്തു, ഓയിൽ സർവീസ് ചെയ്തു, ECU റീമാപ്പ് ചെയ്തു, ഓയിൽ സർവീസ് ചെയ്തു. ഈവൻ അതിന്റെ ആ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റിലായാലും ആ സൗണ്ട് കുറച്ച് ഓൾറെഡി അതാണ് അതിന്റെ വേറൊരു കാര്യം. അതായത് എക്സോസ്റ്റിൽ മറ്റേ നമ്മൾ സ്പോർട്സ് മോഡ് പോകുമ്പോൾ തന്നെ ഒന്നും കൂടി സൗണ്ട് മാറുന്നുണ്ട്, ആ ഒരു സ്പോർട്ടി സൗണ്ടിലേക്ക് വരുന്നുണ്ട്. ട്യൂൺ ചെയ്തപ്പോൾ അത് കുറച്ചും കൂടി തുറന്ന മാതിരി ഫീല്, പെർഫോമൻസ് ഫീല് ക്യാബിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത്, ഇതിപ്പോ ഒരു ജർമ്മൻ കാറല്ലേ, ഇത് യൂസ് ചെയ്യണ പ്രോസും കോൺസും യൂസ് ചെയ്ത ആൾക്കല്ലേ അറിയാം. അപ്പൊ അതിനെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയാൻ മെയിൻലി പ്രോസ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്വാളിറ്റി, പിന്നെ ദ ഡിസൈൻ ആൻഡ് ദ ലുക്സ്, അതേമാതിരി ഡ്യൂറബിലിറ്റി, അതേപോലെ തന്നെ ഈ മറ്റേ ക്വാളിറ്റി ഓഫ് ദ പാർട്സ്, ജർമ്മൻ ആവുകൊണ്ടുള്ള ഇത്, പെർഫോമൻസ് ആൻഡ് സ്റ്റെബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രോൺസ് ആയിട്ട് പറയാനുള്ളത് വണ്ടി ഇതുള്ളത്. കോൺസ് എന്ന് പറയാൻ ഇപ്പോൾ സീനെ വെച്ച് നോക്കുമ്പോഴുള്ള കോൺസ്, റെയർ സീറ്റ് ആക്സസ്, റെയർ സീറ്റിൽ കയറി ഇരിക്കാൻ നല്ല സുഖമാണ്. പക്ഷെ എൻ്റർ ചെയ്യാനും തിരിച്ചിറങ്ങാനും ഡോറ് കുറച്ചല്ലേ തുറക്കുള്ളൂ, ബാക്ക് ഡോറ്. കാരണം ദിസ് ഇസ് മേജർലി ഇത് എനിക്ക് മനസ്സിലായിടത്തോളം ഇസ് മേജർലി ഡ്രൈവേഴ്സ് കാർ, റെയർ വീൽ ഡ്രൈവ് ആണ്, ഡ്രൈവേഴ്സ് കാറാണ് വണ്ടി. പിന്നെ എസ്പെഷ്യലി ആ ഒരു സ്ലോപ്പിംഗ് റൂഫ്, അതെ, ഹെഡ് ഹൈറ്റ് ഉള്ളവർക്ക് മേ ബി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ബൂട്ട് സ്പേസിൽ ബൂട്ടിൽ ടയർ വരുന്നുണ്ട് ഓൾറെഡി, ബട്ട് കുറച്ച് ആ ഒരു ടയറിന് ഒരു കുറച്ച് സ്പേസ് പോകേണ്ടത് തന്നെ ഉള്ളൂ. വേറെ പക്ഷെ നമുക്ക് മറ്റേ വലിയ സ്ട്രോളിയും കാര്യങ്ങളൊന്നും വെക്കാനൊന്നും കുഴപ്പമില്ല കമ്പയർഡ് ടു. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ടൊയോട്ട അല്ലെങ്കിൽ ഹോണ്ട, ജപ്പാൻ കാർസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മാതിരി അല്ല ജർമ്മൻ കാർസിന്റെ മെയിൻ്റെനൻസ്. കെയർലെസ് ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. യു ഹാവ് ടു ആൻസർ ഈച്ച് ആൻഡ് എവറി മെയിൻ്റെനൻസ് കമ്മിങ് ടു. ശബ്ദം കേട്ട അപ്പം മാറ്റും. അതെ, എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അതിനുള്ള എന്താണുള്ളത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാതെ അതും വെച്ച് ഓടുമ്പോൾ പിന്നെ ആ പ്രശ്നങ്ങൾ വലുതായി 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 വരുള്ളൂ. നമ്മള് ജർമ്മൻ കാർസ് പറയല്ലോ, ആനകള് പോലെ. അതെ, മെയിൻ്റെനൻസ് യു ഹാവ് ടു ബി വെരി കീൻ ഓൺ മെയിൻ്റെനൻസ്. ടൈമിലി മെയിൻ്റെനൻസ് ആയിരിക്കണം, അല്ലാതെ നമുക്ക് പറ്റുമ്പോഴുള്ള മെയിൻ്റെനൻസ് അല്ല. ടൊയോട്ട വെച്ചാലും ഹോണ്ട വെച്ചാലും യു ഡോണ്ട് ഹാവ് ടു ഡു ടൈംലി, പറ്റുമ്പോൾ ചെയ്താൽ മതി. ബട്ട് ഇത് അങ്ങനെയല്ല, ഇത് ടൈംലി മെയിൻ്റെനൻസിന് പോകണം, ശ്രദ്ധിക്കണം വണ്ടീനെ. എക്സാക്ട്ലി ഓടിയാലും ഇല്ലെങ്കിലും മെയിൻ്റെനൻസ് അതിന്റെ ചെയ്യാനുള്ളത് ചെയ്യാണ് അതിന്റെ എപ്പോഴും നല്ലത്. പിന്നെ ഈ ഡീസൽ വണ്ടി നമ്മൾ പുറത്ത് കണ്ടിട്ടുണ്ട്, പുറത്തെ രാജ്യത്ത് ടാക്സിക്കാരൊക്കെ 5 ലക്ഷം കിലോമീറ്റർ വണ്ടി നല്ല സർവീസ് ചെയ്ത് കൊണ്ടുനടന്നാൽ കൊണ്ടുനടക്കാം. 124, 123 അതൊക്കെ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന വണ്ടികളാണ് വർക്കിന്റെ എഞ്ചിനീയറിംഗിൽ. കാരണം നമ്മുടെ പ്രായം ഉണ്ടാവും വണ്ടിക്കൊക്കെ, 90, 91, 92, 89. എക്സാക്ട്ലി, അത്രേ ഉള്ളൂ. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കാർ ആണ് അതെ ഹിസ്റ്ററി ബുക്സിൽ. പിന്നെ ഒരു പ്രശ്നം ഇതാണല്ലോ, ഇന്റീരിയറിന്റെ വൈറ്റ്. ഇന്റീരിയർ ഇതിൽ എനിക്ക് വൈറ്റ് ആണ് വരുന്നത്, ഇതിന് ബ്ലാക്കും വരുന്നുണ്ട്. നമുക്ക് വൈറ്റാ വന്നിട്ടുള്ള വൈറ്റിന്റെ ഒരു മെയിൻ്റെനൻസ് വൺസ് ഇൻ എ വൈൽ മൊത്തം ഒന്ന് ക്ലിയർ ചെയ്തിട്ടാ വൃത്തിയായിട്ട് കിടക്കും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾക്കാർക്ക് അറിയേണ്ട മെയിൻ സംഭവമാണ് മൈലേജ്. നമ്മുടെ ഇന്ത്യൻസിന് പ്രത്യേകിച്ച് നോക്കണ ഒരു സംഭവം. മൈലേജ്
ആസ് എ ഡെയിലി കാർ വൈ ഐ ചൂസ് സി ബിക്കോസ് ഇത് മൈൽഡ് ഹൈബ്രിഡ് ആണ്. ആൻഡ് ഹൈവേസിൽ നമ്മൾ മറ്റേ എഫിഷ്യൻസി അല്ലെങ്കിൽ കംഫർട്ടിലിട്ട് പോവച്ചാൽ പോലും ഐ എം ഏബിൾ ടു ഗെയിൻ സംവെയർ അറൗണ്ട് ഒരു 16+ ആൻഡ് ഓൾമോസ്റ്റ് ഐ ഹവ് ടച്ച്ഡ് ഒരു 20 ഒക്കെ സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട്. പതുക്കെ ഓടിക്കാച്ചാൽ ആ ഒരു എഫിഷ്യൻസിയിൽ പോവച്ചാൽ, ഈക്കോ മോഡൽ അല്ലേ? അതെ, ഈക്കോ മോഡിൽ എഫിഷ്യൻസി മോഡിൽ പോവച്ചാൽ കംഫർട്ടിൽ വരുമ്പോഴും അതെ നമുക്ക് മറ്റേ ഒരു 17-18 ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സ്പോർട്ട് പ്ലസ് പോകുമ്പോൾ യു ആർ തിങ്കിങ് ഓഫ് പെർഫോമൻസ് നോട്ട് മൈലേജ്. പിന്നെ നമ്മൾ വിചാരിക്കും ട്യൂൺ ചെയ്ത മൈലേജ് കുറയുന്നു, പക്ഷെ അങ്ങനത്തെ പ്രശ്നം ട്യൂൺ ചെയ്താൽ ഒരിക്കലും മൈലേജ് കുറയില്ല. ആൻഡ് ട്യൂൺ ചെയ്താൽ മൈലേജ് കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ട്യൂണിങ്ങിൽ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എഫിഷ്യൻസിയാണ് വണ്ടിയുടെ കൂട്ടുന്നത്, പെർഫോമൻസ് മാത്രമല്ല കൂട്ടുന്നത്, മൊത്തം എഫിഷ്യൻസിയാണ് വണ്ടിയുടെ കൂട്ടുന്നത്. ഓവറോൾ ബ്രീതിങ് കൂടുകയാണ്. പിന്നെ അതിൽ മേജർലി പറയാൻ ട്യൂൺ ചെയ്താൽ മൈലേജ് കൂടുന്ന പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മൂവ് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ ഫ്ലോർ ചെയ്യണം, അത്രയും നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോർ ചെയ്യില്ല, ചവിട്ടില്ല. നമ്മള് ഇത് പറയുകയാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ എത്ര കഴിക്കുന്നു അത്ര നമുക്ക് ശക്തി കിട്ടില്ല. അതുമാതിരി നമ്മൾ അത്ര അതായത് നമ്മൾ സാധാരണ ഫ്ലോർ ചെയ്യണ മാതിരി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടില്ല, നമ്മൾ അതിനനുസരിച്ചിട്ടേ നമുക്ക് പോകേണ്ടി വരുള്ളൂ. അപ്പൊ അത്രേ കാരണം മറ്റേ അതായത് ഒരു 25% ചവിട്ടണോടത്ത് നമ്മളൊരു 15% ചവിട്ടിയാൽ മതി ആക്സിലേറ്റർ. സോ പക്ഷെ ഇത് സ്റ്റേജ് 1 ആണ്, അതിന്റെ മുകളിലൊക്കെ പോയാൽ എന്തായാലും എഫിഷ്യൻസി ഡ്രോപ്പ് ആവും. അതിന് മുകളിൽ പോയാൽ അതിന് മുകളിൽ നമ്മൾ പോണത് എപ്പോഴും പെർഫോമൻസിന് വേണ്ടിയിട്ടാ. നമ്മുടെ സ്റ്റേജ് 2 സ്റ്റേജ് 3 ചെയ്താൽ ഒന്നാമത് വണ്ടിക്കും ഡേഞ്ചർ ആണ്, അതെ, പിന്നെ മൈലേജും അതെ, അത് വണ്ടിക്ക് ഡേഞ്ചർ ആണ്. സ്റ്റേജ് 2 വരുമ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു, അതിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് വന്നു. അപ്പൊ പിന്നെ അത് വിഷയമില്ല. കാരണം സ്റ്റേജ് 2 എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ സ്റ്റേജ് 2 വരുമ്പോൾ ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് വന്നു, മറ്റേ ഡൗൺ പൈപ്പ് വന്നു, കാറ്റലിക് കൺവെർട്ടർ വന്നു, അതേമാതിരി ബ്രേക്ക് പാഡ് മാറി, ബ്രംബോണ്ടിലേക്ക് പോയും. ബേസിക്കലി പറയുകയാണെങ്കിൽ അത്രയും പണിയെടുക്കാൻ വേണ്ടി നമ്മൾ അതിനെ കേപ്പബിലിറ്റീസ് ഒക്കെ അതേപോലെ അത്രയും പെർഫോമൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാവരുടെയും തൊടാണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിന്റെ സർവീസും മെയിൻ്റെനൻസും ബെൻസിലല്ലാണ്ട് നമ്മൾ എവിടെ ചെയ്യണം, എവിടെ കൊടുക്കണം? ബെൻസിലല്ലാതെ നമുക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ കൊച്ചിയിൽ. ആക്ച്വലി മസ്താങ് ഉണ്ട്, അബുദാബി മോട്ടോഴ്സ് ഉണ്ട്, ഓൺ റോഡ് ഉണ്ട്, അഡ്ഡഗറാജ് ഉണ്ട്, റോയൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു, ലൈക്ക് വെദർ യു നീഡ് എ മെർസിഡീസ് ഒറിജിനൽ പാർട്ട്, OEM പാർട്ട്, ഓർ എ ജർമ്മൻ ലൈക്ക് ഇപ്പോൾ ബിൽസ്റ്റീൻ. അവരൊക്കെ ഇപ്പോൾ സസ്പെൻഷൻ നമുക്ക് ലൈക്ക് മെർസിഡീസിന്റെ സസ്പെൻഷന് പകരം ബിൽസ്റ്റീൻ സസ്പെൻഷൻ ഇടാം. രണ്ട് ജർമ്മൻ തന്നെയാണ്, വർക്ക്സ് ഗുഡ്, രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതുമാതിരി ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഓയിൽ സർവീസ് മാത്രം മെർക്കിൽ പോയിട്ട് ചെയ്തിട്ട് ഹിസ്റ്ററി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു ഹൗ യു ടേക്ക് കെയർ ഓഫ് യുവർ കാർ. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ നോക്കിയാൽ കാണാം, മിക്ക കാർ എന്തൂസിയാസ്റ്റ് ദേ ഹാവ് ദെയർ ഓൺ സ്മോൾ ഗറാജ് സെറ്റപ്പ് അറ്റ് ദെയർ ഹോം. ആൻഡ് ഓയിൽ മാറ്റുക, അങ്ങനത്തെ ഉള്ള ചെറിയ പരിപാടികളൊക്കെ അവർ ഒറ്റയ്ക്ക് ചെയ്യുക. നമ്മുടെ ഇവിടെയാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്, അതിനൊക്കെ നമ്മൾ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യണത്. പിന്നെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും, ബെൻസിന്റെ കൊടുത്തില്ലെങ്കിൽ വണ്ടിയുടെ ലൈഫ് കുറയോ. അതെ, അങ്ങനത്തെ ഒരു മിസ്കൺസെപ്ഷൻ എല്ലാവർക്കും ഉണ്ട്. അത് മറ്റേ ബെൻസിലിനെ കൊടുത്തില്ലെങ്കിൽ അതിന്റെ ലൈഫ് കുറയുന്ന സെൻസ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരിയാണ്. എന്താണ് വർക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ കൊടുത്താൽ അതെ, അറിയുന്ന ആൾക്കാർക്ക് അറിയാം. കാരണം ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഇഷ്ടംമാതിരി ടെക്നീഷ്യൻസ് ആൻഡ് ആൾക്കാരുണ്ട് who are well versed with all these German cars. പിന്നെ പഴയതുപോലെ അല്ല, ഇപ്പൊ എല്ലാ ഗാരേജസ് ഒക്കെ ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി, they are keeping their quality, level of quality ഉണ്ട്. 50% സേവിങ്സ് വരികയാണ് ആ സർവീസിൽ തന്നെ. അതെ, 50% സേവിങ്സ് വരികയാണ് സർവീസിൽ. യു ഗെറ്റ് OEM പാർട്ട്. ഇപ്പൊ നമുക്ക് മെർക്കിന്ന് ഇവിടുന്ന് എടുക്കാതെ പിന്നെ അതിന് വേറൊരു ഓപ്ഷൻ OEM പാർട്ട് തന്നെ ചീപ്പർ ആയിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഡയറക്ട്ലി ഫ്രം ഇവിടുന്ന് പാർട്ട് നമ്പർ കിട്ടിയിട്ട് ദുബായിൽ നിന്ന് എടുക്കാം. ലൈക്ക് പാർട്ടിന് വില കമ്മി ഉണ്ടാവും. സെയിം പാർട്ട് OEM പാർട്ട് ഇവിടെ കൊടുക്കണേക്കാട്ടിലും വളരെ വില കമ്മിയിട്ടാണ് നമുക്ക് ദുബായിൽ നിന്ന് ഒറിജിനൽ പാർട്ട്. ഡിമാൻഡ് ഇതാണെന്ന് പറഞ്ഞാൽ അതുവരെ ഇവിടെ എത്തിച്ചേരാൻ പുറത്തുനിന്നുള്ള ഡീലർഷിപ്പിൽ പാർട്ട് ഗരാജ് അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് OEM പാർട്ടാ വേണ്ടത്, ടേക്ക് ഇറ്റ് ഫ്രം ദുബായ്, അത് കൊണ്ടുവന്നു തരും. പിന്നെ ഇത് എടുത്തതിന്റെ ശേഷം ആരെങ്കിലും ബെൻസേന്ന് വിളിച്ചോ? ഇത് എടുത്തതിന് ശേഷം ബെൻസേന്ന് ആയിരുന്നില്ല, അത് തുടരും വരുന്നത്. ഇത് എടുത്തതിന് ശേഷം മൊത്തം യുവരാജ് സിംഗ് ആയിരുന്നു കളി. യുവരാജ് സിംഗിന്റെ ബെൻസ് ഐ യൂസ്ഡ് ടു, യുവരാജ് സിംഗിന്റെ ബെൻസ് അല്ല, എന്റെ ബെൻസ്. യുവരാജ് സിംഗ് അത്ര അതെ, സച്ച് എ ലെജൻഡ് അത് തന്നെയാണ് നമുക്ക് അതിലൊരു ഇത്. അതിലൊരു പ്രൗഡ് അല്ല. അതെ, പിന്നെ ആ ഒരു ലെജൻഡ് യൂസ് ചെയ്ത ഒരു വണ്ടി യൂസ് ചെയ്യുക ഒരു വളരെ ഒരു നല്ല കാര്യമല്ലേ അത്. സോ അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. നമ്മൾ ഈ വണ്ടിയെ പറ്റി എല്ലാം അറിഞ്ഞു. അപ്പോ ഇതിന്റെ സിദ്ധു ചേട്ടൻ തന്നെ ഒരു മിനി കൂപ്പർ ഉണ്ട് അല്ലേ? അപ്പൊ അത് നമുക്ക് വേറൊരു ദിവസമായിട്ട് വരാം. അപ്പൊ താങ്ക് യു. യെസ്, അപ്പോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.